പാസ്പോർട്ട് വേണ്ട, വിസ വേണ്ട, എന്തിന് ഒരു രാജ്യത്തെ നിയമങ്ങൾ പോലും ബാധകമല്ലാത്ത ഒരിടം ഈ ഭൂമിയിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ആധുനിക ലോകത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിന് പുറത്ത് ആർക്കും അവകാശവാദമില്ലാത്ത, ആർക്കും ചെന്ന് സ്വന്തം പതാക ഉയർത്താൻ കഴിയുന്ന ഒരിടം. അതാണ് ആഫ്രിക്കൻ മരുഭൂമിയിലെ ബെർ തവീൽ എന്ന പ്രദേശം. അവിശ്വസനീയമെന്ന് തോന്നാം, പക്ഷേ ആധുനിക ലോകത്തിലെ ഏറ്റവും വലിയൊരു നിയമപരമായ വിരോധാഭാസമാണിത്. ഈജിപ്തിനും സുഡാനും ഇടയിൽ കിടക്കുന്ന ഏകദേശം 2060 ചതുരശ്ര കിലോമീറ്റർ വരുന്ന ഒരു തരിശു ഭൂമിയാണിത്. നഗരങ്ങളില്ല, സ്ഥിരമായ ജനസംഖ്യയില്ല, ഭരിക്കാൻ ഒരു സർക്കാരുമില്ല. ലോകത്തെ മിക്ക രാജ്യങ്ങളും അതിർത്തികൾക്കായി യുദ്ധം ചെയ്യുമ്പോൾ അയൽ രാജ്യങ്ങളായ ഈജിപ്തും സുഡാനും ഒരുപോലെ വേണ്ടെന്ന് വെച്ച ഭൂമിയാണ് ബിർ തവിൽ. ഇവിടെ നിങ്ങൾ ഒരു കൊടി നാട്ടിയാൽ സാങ്കേതികമായി നിങ്ങളെ തടയാൻ ആരുമില്ല. ബിർ തവിൽ നിയമങ്ങളുടെ ശൂന്യതയിൽ നിൽക്കുന്ന ഒരു അനാഥ പ്രദേശമാണ്. എന്തുകൊണ്ടാണ് ആർക്കും ഈ ഭൂമി വേണ്ടാത്തത്? ഇതിന് പിന്നിൽ ഒരു നൂറ്റാണ്ട് പഴക്കമുള്ള അതിർത്തി തർക്കത്തിന്റെ കഥയുണ്ട്. 1899 ബ്രിട്ടീഷുകാർ വരച്ച അതിർത്തി പ്രകാരം ബിർ തവിൽ സുഡാന്റേതാണ്. എന്നാൽ 1902 ബ്രിട്ടീഷുകാർ തന്നെ കൊണ്ടുവന്ന മാറ്റം പ്രകാരം ഇത് ഈജിപ്തിൻ്റെതായി. ഇവിടെയാണ് തന്ത്രപരമായ കളി തുടങ്ങുന്നത്. ബിർ തവിലിന് തൊട്ടടുത്ത വിഭവസമൃദ്ധമായ ഹലൈബ് ട്രയാങ്കിൾ എന്നൊരു പ്രദേശമുണ്ട്. ഈജിപ്തിനും സുഡാനും വേണ്ടത് ഹലൈബ് ട്രയാങ്കിൾ ആണ്. ബിർ തവിൽ തങ്ങളുടേതാണെന്ന് ഏതെങ്കിലും ഒരു രാജ്യം സമ്മതിച്ചാൽ നിയമപരമായി ഹലൈബ് ട്രയാങ്കിൾ അവർക്ക് നഷ്ടമാകും. അതുകൊണ്ട് രണ്ട് രാജ്യങ്ങളും ഈ മരുഭൂമിയെ തിരിഞ്ഞു നോക്കാറില്ല. ഈ കൗതുകകരമായ സാഹചര്യം പല സാഹസികരെയും ബിർ തവിലിലേക്ക് ആകർഷിച്ചിട്ടുണ്ട്. 2014 ജെറമിയ ഹീറ്റൺ എന്ന അമേരിക്കക്കാരൻ ഇവിടെ എത്തി സ്വന്തം പതാക ഉയർത്തി കിങ്ഡം ഓഫ് നോർത്ത് സുഡാൻ പ്രഖ്യാപിച്ചു. തന്റെ മകളെ ഒരു രാജകുമാരിയാക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. 2017 ഇന്ത്യൻ പര്യവേക്ഷകനായ സുയാഷ് ദീക്ഷിതും ഇവിടെ എത്തി പതാക ഉയർത്തി സ്വയം ഭരണാധികാരിയായി പ്രഖ്യാപിച്ചത് വലിയ വാർത്തയായിരുന്നു. എന്നാൽ അന്താരാഷ്ട്ര തലത്തിലോ ഐക്യരാഷ്ട്ര സഭയോ ഇത്തരം അവകാശവാദങ്ങൾക്കൊന്നും തന്നെ ഔദ്യോഗിക അംഗീകാരം നൽകിയിട്ടില്ല. അതിർത്തികൾക്കായി രക്തം ചീന്തുന്ന ഒരു ലോകത്ത് ആരും മോഹിക്കാത്ത ഒരു മരുഭൂമി ഒരു വലിയ അത്ഭുതം തന്നെയാണ്. വിസയോ പാസ്പോർട്ടോ ഇല്ലാതെ നിങ്ങൾക്ക് അവിടെ പോകാം. ഒരുപക്ഷെ നിങ്ങളുടെ പതാക അവിടെ ഉയർത്താം. പക്ഷെ കത്തുന്ന വെയിലും കിലോമീറ്ററുകളോളം പരന്നു കിടക്കുന്ന മണൽത്തരികളും മാത്രമായിരിക്കും നിങ്ങളെ വരവേൽക്കാൻ അവിടെ ഉണ്ടാകുക. നിയമങ്ങളില്ലാത്ത, ആരുടേതുമല്ലാത്ത ഈ അനാഥ ഭൂമി ഇന്നും ആധുനിക രാഷ്ട്രീയത്തിലെ പിടികിട്ടാത്ത ഒരു സമസ്യയായി തുടരുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.